കസ്റ്റഡി മർദ്ദന ആരോപണങ്ങളിൽ ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബുവിനെ സംരക്ഷിച്ചത് സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥർ. ആരോപണങ്ങളും പരാതികളും നിലനിൽക്കെ മധു ബാബുവിനെ SP ആക്കി സ്ഥാനക്കയറ്റം നൽകാനുള്ള നീക്കവുമുണ്ടായി. അത് സംബന്ധിച്ച റിപ്പോർട്ടാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഏറ്റവും ഒടുവിലായി മധു ബാബുവിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി പുറത്തു വരുന്നുണ്ട്. അതിന്റെ ഉള്ളടക്കത്തിലേക്ക്, വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. FB പോസ്റ്റുമായി കസ്റ്റഡി മർദ്ദനങ്ങളിൽ ആരോപണ വിധേയനായ ഡിവൈഎസ്പി MR മധു ബാബു. തനിക്കെതിരായ വാർത്തകൾ ആസൂത്രിതമാണ്. വിരോധികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നത് ഏമാൻ. റിട്ടയർമെന്റിന് ശേഷം ഏമാന് ഇവന്റ് മാനേജ്മെന്റ് തുടങ്ങുകയാണ് പറ്റിയ പണി എന്നും പരിഹാസമുണ്ട്. സലീം മാലിക് വിവരങ്ങളുമായി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ഇത് ആരെയോ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോഴിങ്ങനെ ഫേസ്ബുക്കിലൊരു വിശദീകരണം വന്നിരിക്കുന്നത്. എന്താണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഉള്ളടക്കം? അതവിടെ നിൽക്കുമ്പോഴും ഇത് കേവലം ഒരു ആരോപണമോ കേവലം ഒരു പരാതിയോ അല്ല. തെളിവുകളുടെ പിൻബലമുള്ള ഈ സംരക്ഷണത്തിനടക്കം കൃത്യമായി ആരൊക്കെയോ ഇടപെട്ടു എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ആ വിശദീകരണം എങ്ങനെയാണ് സലീം മാലിക്? റിജിത്ത്, മധുബാബുവിനെതിരെ ഡിവൈഎസ്പി മധുബാബുവിനെതിരെയുള്ള പരാതി ഒരു കോണിൽ നിന്ന് മാത്രമല്ല, അതിനൊപ്പം തന്നെ നിരവധി തെളിവുകൾ അതുമായി ബന്ധപ്പെട്ട പുറത്തു വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ മധുബാബുവിനെ സഹായിക്കാൻ പോലീസിലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ ശ്രമം നടത്തിയതിൻ്റെ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ട് പൂഴ്ത്തിയതിൻ്റെ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ നിരവധി തെളിവുകൾ മധുബാബുവിനെതിരെ പുറത്തു വരുമ്പോഴാണ് ഈ ഘട്ടത്തിൽ ഒരു വിശദീകരണവുമായി ഫേസ്ബുക്കിലൂടെ ഒരു വിശദീകരണം നടത്തിയിരിക്കുന്നത്. തനിക്കെതിരായ വാർത്തകൾ ആസൂത്രിതമെന്നാണ് ഡിവൈഎസ്പി മധുബാബു പറയുന്നത്. വിരോധികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നത് രേമാനാണ് എന്നുള്ളതാണ്. ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നത്. പത്തനംതിട്ടയിൽ തന്നെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സൂചന. ഓരോരുത്തരെയായി ഓരോ ദിവസമായി രംഗത്തിറക്കുകയാണ്. ഇന്നും നാളെയുമായി കൂടുതൽ പേരെ രംഗത്തിറക്കാനും കൂടുതൽ പേർ പരാതിയുമായി വരാനുമുള്ള സാധ്യതയുണ്ട്. എന്തായാലും തൻ്റെ പല ജില്ലകളിലുള്ള വിരോധികളെ കണ്ടെത്തി ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതിനായി ഒരു കോർഡിനേറ്റർ എന്ന നിലയിലാണ് ഈ ഏമാൻ പ്രവർത്തിക്കുന്നത്. റിട്ടയർമെന്റിന് ശേഷം അദ്ദേഹത്തിന് ഇവന്റ് മാനേജ്മെന്റ് ബിസിനസ് തുടങ്ങുകയാണ് പറ്റിയ പണി എന്നുള്ളതാണ് മധുബാബു ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അതായത് ഒരു തനിക്കെതിരെയുള്ള ആരോപണങ്ങളൊക്കെ നിരവധി തെളിവുകളടക്കം ആരോപണങ്ങൾ പുറത്തു വരുമ്പോൾ, അന്വേഷണ റിപ്പോർട്ട് ഉൾപ്പെടെ പുറത്തു വരുമ്പോൾ, ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഈ കസ്റ്റഡി മർദ്ദനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കോടതി ശിക്ഷിച്ചു എന്ന തെളിവടക്കം പുറത്തു വരുമ്പോഴാണ് ഈ വിശദീകരണം എന്നുള്ളത് കൊണ്ട് തന്നെ അത് ആരെ ഉദ്ദേശിച്ചാണ്, അത് ഏത് സാഹചര്യത്തിലാണ് എന്നുള്ളതാണ് ഇനി നമുക്കറിയേണ്ടത്. റിജിത്ത്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.